Good afternoon. Good afternoon, Good ma'am. afternoon, Miss. Good Good afternoon. afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എന്താ Good afternoon, പറഞ്ഞു. good afternoon. Okay. പ്രയർ സ്റ്റാർട്ട് ചെയ്യട്ടെ മാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. പരീക്ഷണത്തിൽ വാൾമുരയേറ്റി പടനില ഹൃദയക്ഷതിയ രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ഔഷധിയായി നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരൻ ജീവബിന്ദുവിനമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിനരുളകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. സ്നേഹദീപമേ തുറക്കൂ. താങ്ക് യു. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ സൈനിങ് ആരാണ്? പേജ് നമ്പർ 55. സൈൻ ഇൻ. മാം ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. ആതിര. ഓക്കെ, ഒരു മിനിറ്റ് മാം. Good afternoon, ma'am and friends. I am Adira Kiran. Welcome to today's section, a classroom experience that I really enjoyed. I appreciate your guidance and support, teacher. It is a place where we make friends, share ideas, and learn new things together. Let's get started and make the most of our time together. Let's begin our class with the thought and action song. Thank you, ma'am and friends. ഓക്കെ. ദെൻ തോട്ട് ഓഫ് ദി ഡേ. Ma'am, പറയട്ടെ. Good afternoon, ma'am. I'm Danya. Thought of the day is the future depends on what we do in the present. മഹാത്മാഗാന്ധി. നമ്മൾ പ്രസന്റിൽ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി. മഹാത്മാഗാന്ധി. താങ്ക് യു മാം. ഓക്കെ മാം അടുത്ത ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ.
തന്നെ വിഴുങ്ങാൻ വരുന്ന പാമ്പിനെ കണ്ടിട്ട് മിന്നാമിന്നും സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഞാനൊരു 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ? പാമ്പ് പറഞ്ഞു, ചോദിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, ഞാൻ നിന്റെ ഭക്ഷണ ശൃംഖലയിൽ പെടുന്ന ആളാണോ? പാമ്പ് പറഞ്ഞു, അല്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ? പാമ്പ് പറയുകയാണ്, ഇല്ലല്ലോ. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? പാമ്പ് പറഞ്ഞു, ചോദിച്ചോളൂ. നീ പിന്നെ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ വരുന്നത്? പാമ്പ് വളരെ നിസ്സാരമായി മറുപടി പറഞ്ഞു, നീ ഇങ്ങനെ ഇരുട്ടത്ത് പോലും തിളങ്ങുന്നത് കാണുന്നത് എനിക്കങ്ങോട്ട് സഹിക്കാനേ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും മിന്നാമിന്നും പാമ്പും ഒക്കെയുണ്ട്. നമ്മൾ തിളങ്ങുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചുറ്റിലുമുള്ളവരുണ്ടോ? എന്തിനാണ് അവരന്റെ സാധ്യതകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത്? ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഗെയിംസുകൾ, ചൈനീസ് വിസ്പർ, അതുപോലെ തന്നെ സൈമൺ സേസ്, ഇതുപോലുള്ള ഗെയിംസുകൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ ഒരു കുട്ടി, അത് ഏതൊരു ആളായാലും നമ്മൾ ലാംഗ്വേജ് പഠിച്ചു വരുന്നത്, അത് ഏത് ഭാഷ ആയിക്കോട്ടെ, നമ്മൾ ലാംഗ്വേജ് പഠിച്ചു വരുന്നത് 4 സ്കിൽസിലൂടെയാണ്. ഏതൊക്കെയാണ് ആ സ്കിൽസ്? 4 സ്കിൽസ് ഏതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുക? കുട്ടി ലാംഗ്വേജ് പഠിച്ചു വരിക. ഓക്കെ. അതുപോലെ തന്നെ കുട്ടിയെ എൻവയൺമെന്റുമായിട്ട് എന്താ പറയാ, എൻവയൺമെന്റിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് കുട്ടിയുടെ മോട്ടോർ ഡെവലപ്മെന്റിനൊക്കെ സഹായകരമാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. അത് നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഫുൾ പേജ് ഒന്ന് റീഡ് ചെയ്യുക. The development of speech, vocabulary, length of response are some of the important aspects of language improvement. The vocabulary of children at the beginning is too limited. There is a continuous increase in the amount of one's vocabulary during childhood. Later on, as a result of pressure of needs and learning, the vocabulary goes on developing. Maintenance of the past and addition of new words in one's vocabulary may continue even in the period of old age, reliant upon their reading habits and interests. In addition to change in vocabulary and speech, the pattern of reaction also changes with age. അടുത്തത് വായിക്കണം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ രമ്യ? വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇതില് അവരുടെ സ്പീച്ചും വൊക്കാബുലറി ലാംഗ്വേജ് അതിൽ ഇംപ്രൂവ് ആവും. പിന്നെ കുട്ടികളുടെ തുടക്കത്തിൽ കുറെയൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ കുറെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് വരും. നമ്മൾ കുറെ പഠിച്ച് വരുമ്പോ ഇതിൽ കുറെ ഇംപ്രൂവ് ആയി വരും. അതല്ലേ? ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അതാണ് മനസ്സിലായത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്? ഇത് വായിച്ചതിന് ശേഷം എന്തെങ്കിലും ഐഡിയ കിട്ടി എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഒരു പാരഗ്രാഫിൽ എന്താണ് നമ്മളോട് പറയാനായിട്ട് അത് ഉദ്ദേശിക്കുന്നത്? എനിവൺ? പിന്നെ നമ്മൾ കുറെ വായിക്കണം എന്നാണോ പറയുന്നത്? കുറെ വായിക്കുമ്പോ അതിന്റെ വൊക്കാബുലറിയുടെ ഇത് കുറച്ചും കൂടി ഡെവലപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതെ.
ഓക്കെ. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? വായിച്ചിട്ട് എന്താണ് മനസ്സിലായത്? ആർക്കും ഒന്നും പറയാനില്ല. നവമി സജി, എന്താണ് വായിച്ചപ്പോ മനസ്സിലായത്? നവമി എന്താ മോളെ വായിച്ചിട്ട് മനസ്സിലായേ? ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ഒന്ന് സ്പീച്ച്, പിന്നെ വൊക്കാബുലറി, പിന്നെ അവരുടെ ലെങ്ത് ഓഫ് റെസ്പോൺസ്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള അവരുടെ റെസ്പോൺസിന്റെ ഒരു ലെങ്ത്, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ബിഗിനിങ് കുട്ടികളുടെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇത് വളരെ അവരുടെ വൊക്കാബുലറി ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. വളരെ ചെറുതായിട്ട് മാത്രമേ അവര് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ്. അതായത് ചൈൽഡ്ഹുഡിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രീസ് വൊക്കാബുലറിയിൽ ഉണ്ടാവും. പിന്നീട് പറയട്ടെ. പിന്നെ നമ്മുടെ എന്താ പറയാ, അവര് ഓരോ ഏജിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും അവര് പഠിക്കുന്ന കാര്യങ്ങള്, അതുപോലെ അവരുടെ ചുറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ളൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പാരന്റ്സ് ആയാലും സിബ്ലിങ്സ് ആയാലും അവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും, അതുപോലെ ഇവര് സ്വയം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഇത് വൊക്കാബുലറി കുറച്ചും കൂടെ ഡെവലപ്പ് ആവും. അത് ഓരോ സ്റ്റേജസില്. അതുപോലെ ഇത് ഇംപ്രൂവ് ആവാനുള്ള വേറൊരു സാധ്യതയുള്ളത് അവരുടെ റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതനുസരിച്ചിട്ടും ഈ വൊക്കാബുലറിയിൽ വ്യത്യാസങ്ങൾ വരാം അല്ലേ? ഓക്കെ. നിങ്ങൾ നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്, വൊക്കാബുലറി, ലെങ്ത് ഓഫ് റെസ്പോൺസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. അതായത് കുട്ടികളിലെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നതിന് കുട്ടികളുടെ സംസാരിക്കുന്ന ആ ഒരു എന്താ പറയാ, അവരുടെ സംസാര ശൈലി, അതിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ അവർക്കുള്ള വൊക്കാബുലറി, അവർക്ക് ചില വേർഡ്സുകളൊക്കെ അറിയാനായിട്ട് സാധിക്കും അല്ലെ? ഓരോരോ പ്രായത്തില് അവരുടെ വേർഡ്സ് എന്ന് പറയുന്നത്, അവരുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് കൂടിയായിരിക്കും വരിക. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് റെസ്പോൺസ്, നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഉത്തരം പറയാനുള്ള കഴിവ്, ഇതൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട വശങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ, അതായത് ഏറ്റവും കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ, അതായത് കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അവരുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതായത് കുറെ അധികം വേർഡ്സുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? വളരെ ഷോർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ആണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ അത് കൂടിയാണ് വരുന്നത്. അവരുടെ ചൈൽഡ്ഹുഡിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, അതായത് ഓരോരോ വാക്കുകൾ, അതായത് ഓരോരോ വയസ്സ് കഴിയുന്തോറും അവരുടെ വൊക്കാബുലറിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. ഓരോ വയസ്സ് കഴിയുന്തോറും ഓരോരോ വാക്കുകൾ അവർ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 3 വയസ്സിലുള്ള വാക്കുകളായിരിക്കില്ല, അതിലും കൂടുതൽ വാക്കുകളായിരിക്കും 4 വയസ്സിൽ കുട്ടി പറയുന്നത്. പിന്നെ 5 വയസ്സാകുമ്പോൾ അതിലും കൂടും, 6 വയസ്സാകുമ്പോൾ അതിലും കൂടും. അങ്ങനെ എത്രയാണ് കുട്ടിയുടെ ഏജ് പോകുന്നത്, ഏജ് ഡെവലപ്പായി വരുന്നത്, അതിനനുസരിച്ച് കുട്ടിയുടെ വൊക്കാബുലറിയിലും മാറ്റങ്ങൾ ഉണ്ടാവും. വൊക്കാബുലറി കൂടുതൽ ആഡ് ചെയ്യാനുണ്ടാവുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വൊക്കാബുലറി ഇങ്ങനെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ വൊക്കാബുലറി പഠിക്കുന്നതിലൂടെ അവരുടെ എന്താ പറയുക, ലേണിംഗ് നോളജ് അല്ലെങ്കിൽ അവർക്ക് ഇത് പഠിച്ചെടുക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ അവര് ഓരോ വേർഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവര് പഠിച്ചു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഓരോ സ്റ്റേജിലും ഓരോ വേർഡ്സ് വെച്ചിട്ടാണ് അവർ പഠിച്ചു വരിക. ഇതിനു വേണ്ടിയിട്ട് റീഡിങ് അവരെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മള് കുഞ്ഞുങ്ങൾക്ക് നമ്മള് ബുക്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലെ? ചില അമ്മമാരൊക്കെ ചെയ്യാറുണ്ട്. ചൈൽഡ്ഹുഡ്, അതായത് തീരെ ചെറുപ്പത്തിൽ നമ്മൾ നഴ്സറിയിൽ പഠിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന ബുക്സ് ആയിരിക്കില്ല കുറച്ചും കൂടി ആകുമ്പോൾ, ഒരു LKG UKG ആകുമ്പോൾ നമ്മള് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു അതായത് ഒരു 6-7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബുക്സുകളുടെ ആ ഒരു ഇതേ മാറി കിട്ടും. അതായത്
നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ വാങ്ങിച്ചു കൊടുക്കുന്ന ബുക്സ് ആയിരിക്കില്ല വലിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പ്രായത്തിനനുസരിച്ചുള്ള ബുക്സുകളാണ് ആർക്ക് കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നിങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കുടുക്ക് കൊടുക്കുന്നുണ്ടാവും അല്ലെ? കളിക്കുടുക്ക വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ നിങ്ങള്? ചെറിയ ചെറിയ കഥകള്, അതുപോലെ കളിക്കുടുക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡ്രോയിങ് ബുക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലേ. ഈ കളിക്കുടുക്കയിലൊക്കെ എന്താ ഉള്ളത് കുഞ്ഞുങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? കഥകളും പാട്ടുകളൊക്കെ ഉണ്ട്. എന്താ? കഥകളും പാട്ടുകളും. കഥകളുണ്ട്, പാട്ടുകളുണ്ട്. പിന്നെ പസിൽസ് ഉണ്ട്, പസിൽസ് ഉണ്ട്, സ്റ്റോറീസ്, ഡ്രോയിങ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, റൈംസ് ഉണ്ട്, കളർ ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പൊ കുറെ അധികം കാര്യങ്ങളാ കുട്ടികൾക്ക്. എന്താ പുതിയ പുതിയ വേർഡ്സ് അതിനകത്തുണ്ട്. ബേർഡ്സിന്റെ പിക്ചർ കൊടുത്തിട്ട് അത്, പിന്നെ വാഹനങ്ങളുടെ പിക്ചർ കൊടുത്തിട്ട് അത്, അങ്ങനെയൊക്കെയുള്ള കുറെ ഉണ്ട്. പുതിയ പുതിയ വേർഡ്സുകൾ ഉണ്ടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ വെക്കാബുലറി ചെറുപ്പത്തിൽ തന്നെ അവരത് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും അല്ലെ. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് കളിക്കുടുക്കയിൽ നിന്ന് മാറി ബാലരമയിലോട്ടോ ബാലഭൂമിയിലോട്ടൊക്കെ പോകാറുണ്ട് അല്ലെ. അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക് നിങ്ങള്? കുറച്ചും കൂടി കിട്ടാറുണ്ട്. ദീപിക, കുട്ടികളുടെ ദീപിക എന്ന് പറഞ്ഞ മാഗസിൻ ഉണ്ട്. മാഗസിൻ അല്ലേ. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അതിലോട്ട് മാറും. അപ്പൊ അതിനകത്ത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ്, പുരാണങ്ങള്, നമ്മളുടെ എന്താ പറയാ പുരാണങ്ങൾ, നമ്മുടെ പണ്ടത്തെ കാലമൊക്കെ അറിയാനായിട്ട് നമ്മുടെ രാമായണം, മഹാഭാരതം, അതിനകത്തൊക്കെ കുറച്ച് ടോപ്പിക് ഒക്കെ എടുത്തവര് ഇടാറുണ്ട് അല്ലെ. കുട്ടികൾക്ക് ആ ഒരു കാര്യം, ചരിത്രം, ആ ഒരു കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചും കൂടി എന്താണ് ആ ഒരു കളിക്കുടുക്ക എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വൊക്കാബുലറി കൂടിയിട്ടുള്ള ബുക്കുകളായിട്ടുള്ള ബാലരമ, അതുപോലെ ബാലഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോ അതും എന്താണ് കുട്ടികളുടെ വൊക്കാബുലറി കൂട്ടുന്ന ഒന്നാണ്. അതിനുശേഷം കുട്ടി കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ കുട്ടികൾ ലൈബ്രറി ബുക്ക് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളവര് ആരും തന്നെ ഇല്ല? ഉണ്ട്. എനിക്കുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്താ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പില്ല. ഉണ്ടായിരുന്നു, ഇപ്പില്ല അല്ലെ. ഓക്കെ. ലൈബ്രറി ബുക്കുകൾ വായിച്ചാലുള്ള പ്രത്യേകത എന്താണ്? ലൈബ്രറി ബുക്സ് വായിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? ഒരുപാട് അറിവുകൾ കിട്ടും അതിൽ നിന്ന്. കുറെ നോളജ് കിട്ടും അല്ലെ. കുറെ അറിവുകൾ കിട്ടും. പിന്നെ നമ്മുടെ ഭാഷ കൂടുതൽ ഡെവലപ്പ് ആവില്ലേ? നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല അതിനകത്തുള്ളത് അല്ലെ. നമ്മളുടെ ഭാഷ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ മലയാളം ബുക്സുകളാണ് നമ്മൾ റീഡ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞിനെ മാഷിന്റെ ഒരു കോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചാൽ വളരെ, വായിച്ചില്ലെങ്കിൽ മോളയും. അതായത് കൂടുതലായിട്ട് ഇപ്പൊ മലയാളം ബുക്സ് ആണ് വായിക്കുന്നതെങ്കിൽ മലയാളം ലാംഗ്വേജ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് ബുക്സുകളാണ് വായിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടി കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഗുണങ്ങളും എന്തിനുണ്ട്? ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലൈബ്രറി ബുക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ നോളജ് കൂടും, നമുക്ക് നല്ല രീതിയിലുള്ള അറിവുണ്ടാകും, ലോകത്തെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടാല് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടാകും അല്ലെ. ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല അല്ലെ. വായിക്കുന്നവരാണെങ്കിൽ വേണ്ട രീതിയിലുള്ള സജഷൻസ് അവിടെ നമ്മൾ പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ എന്തുണ്ട്? ലൈബ്രറി ബുക്സ് വായിച്ചാൽ നമുക്ക് കിട്ടും. അതും നല്ല നല്ല ബുക്സുകൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മള് വായിക്കണം. ഓക്കെ. എന്താണ് ആര്യ എന്തോ പറയാൻ വന്നല്ലോ? മാം, ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുമ്പോൾ ഇപ്പൊ ഒരു വീക്ക് കൊണ്ട് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നും പോയി ബുക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നമുക്ക് പിന്നും അത് റിലേറ്റ് ചെയ്തിട്ട് വേറെ ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു.
ഓ ഓ ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ ബുക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ക്ലാസ്സിൽ? എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഇല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞിട്ടില്ല. ഇല്ലല്ലേ? അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ബാച്ചിനായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മിസ്, അതായത് ഞങ്ങളുടെ എന്താ ക്ലാസ് ഇൻചാർജ് ഉണ്ടല്ലോ, മിസ് വന്നിട്ട് പറയും, അതായത് ഒരാഴ്ച ഒരു ബുക്ക് ഞങ്ങളോട് വായിക്കാനായിട്ട് പറയും. ഓക്കെ, ബുക്ക് വായിക്കാൻ പറയും. ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അതിന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അതൊന്ന് സമ്മപ്പ് ചെയ്ത് ഒരു സമ്മറി പോലെ എഴുതാനായിട്ട് പറയും. അപ്പോ ഞാൻ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ ക്ലാസ്സിൽ എല്ലാവരോടും നിർബന്ധമായിട്ട് മസ്റ്റാണ്, എല്ലാവരും നിർബന്ധമായിട്ട് എഴുതണം എന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ പേര് അശ്വതി തന്നെയാണ്. പുള്ളി ബ്രാഹ്മണാണ്. ഓക്കെ, ബ്രാഹ്മൺ കുട്ടിയാണ്. ഇപ്പൊ ഹൈസ്കൂൾ ടീച്ചറായിട്ട് പാലക്കാട് വർക്ക് ചെയ്യാണ്. അപ്പോ ബുക്ക് എല്ലാ ആഴ്ചയും ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് സമ്മറി എഴുതുമ്പോൾ ഇവളോട് വായിക്കാൻ പറയും, എല്ലാവരോടും വായിക്കാൻ പറയും. പ്രൈസ് കിട്ടുന്നത് ഇവൾക്കായിരിക്കും. പ്രൈസ് എന്ന് പറയുന്നത് മഞ്ചാണ് കേട്ടോ, വലിയൊരു മഞ്ച്. അന്ന് 10 രൂപയുടെ മഞ്ചുണ്ടല്ലോ നമ്മുടെ, ആ ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ, അതായത് വേറെ ആരും തന്നെ വിൻ ചെയ്യുന്നില്ല, ഇവള് മാത്രമാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ സമ്മറി എഴുതി പ്രസന്റ് ചെയ്തിട്ട് സമ്മാനം മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഞാനും മറ്റുള്ളവരൊക്കെ വിചാരിച്ചു, ഞങ്ങളുടെ ബെഞ്ചിലിരിക്കുന്ന മറ്റുള്ളവരൊക്കെ വിചാരിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇവൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടുന്നേ പ്രൈസ്, ബാക്കി ആർക്കും കിട്ടുന്നില്ല, എന്തുകൊണ്ടായിരിക്കും കിട്ടുന്നേ? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? ആർക്കെങ്കിലും പറയാം? ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ട് അതിന്റെ കറക്റ്റ് സമ്മറി എഴുതുന്നോണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ ആരെങ്കിലും പറയും? ലൈഫിലുണ്ടായ ചേഞ്ച് കാണും. എന്താണ് ലൈഫില്? ഇപ്പോ ആ ബുക്ക് വായിക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു ദിവസം ചിലപ്പോ അത് റിലേറ്റ് ചെയ്ത് ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുകയോ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുക, അതൊക്കെ റിലേറ്റ് ചെയ്ത് എഴുതി കാണും. പിന്നെ വേറെ ആരെങ്കിലും? അവരുടേതായ ഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് തന്നെ, അതായത് ഞാൻ പറഞ്ഞു ബ്രാഹ്മണാണ് അല്ലെ? ബ്രാഹ്മണസിന്റെ പ്രത്യേകത എന്താ? അവരുടെ സംസാരത്തില് വ്യത്യാസം ഉണ്ടാവും, നമ്മളെ പോലെ ആയിരിക്കില്ല. അതായത് സംസ്കൃത ശ്ലോകങ്ങള്, ഗദ്യങ്ങള്, പദ്യങ്ങള്, കുറെ ബുക്സുകള്, പരമ്പരാഗതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ ലിപി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത്. അപ്പോ അവൾ എഴുതുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഒരു നോവലിസ്റ്റ് എഴുതുന്ന പോലെ അല്ലെങ്കിൽ ഒരു കവി എഴുതുന്നത് പോലെയാണ് തോന്നുക. അത്രയും അധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അവൾ ആ സമ്മറി എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഇത് എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഒരാള് കേട്ട് കഴിയുമ്പോൾ ഒരിക്കലും ഇത് മോശമാണെന്ന് പറയാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ മറ്റുള്ളവര് വായിച്ചു കഴിയുമ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റാർക്കും തന്നെ സമ്മാനം കൊടുക്കാനായിട്ട് തോന്നില്ല. ഇവളുടെ അത്രയും നല്ലൊരു ഭാഷയ്ക്ക് അല്ലെങ്കിൽ അവൾ അത്രയും നന്നായിട്ടാണ് ആ കണ്ടന്റും എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലാംഗ്വേജ് ആണ് അതിനകത്ത് അവൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും എന്ത് ചെയ്യുന്നത്, അവൾക്ക് തന്നെ പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നന്നായിട്ട് അതുപോലെ സാധാരണ നോവലുകളും അതുപോലെ ചെറുകഥകളൊക്കെ വായിക്കുമെങ്കിലും കൂടുതലും വായിക്കുന്നത് സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. മലയാളം, സംസ്കൃതം, പണ്ടത്തെ മലയാളം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പുള്ളി വായിക്കുന്നത്. അപ്പോ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ പുള്ളി എഴുതുന്ന കാര്യത്തിനും ഉണ്ടാകും. അങ്ങനെയാണ് എപ്പോഴും വിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അവർക്ക് കുറേയധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അവരുടെ ലാംഗ്വേജ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല അവർ ഉപയോഗിക്കുന്നേ. അവരുടെ സംസാര ശൈലി, പെരുമാറ്റം, അതൊക്കെ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മാം, അവള് കണ്ണൂര്. അപ്പൊ അവള് ആ സമയത്ത് തന്നെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഭാഷയിലാ സംസാരിക്കുന്നത്. പിന്നീട് അവള് ഇവിടെ മലപ്പുറം പെരിന്തൽമണ്ണയിലേക്ക് കല്യാണം കഴിച്ചിട്ട് പോയി. അപ്പോ ഇപ്പൊ അവള് വർത്താനം പറഞ്ഞ ഭയങ്കര മാറ്റം, കുറച്ചുകൂടി അത് അപ്ഗ്രേഡ് ആയ പോലെ ആയി.
അപ്പൊ നിങ്ങൾക്കുണ്ടാവും, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയത് ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കിയത്. വായിക്കുന്നതിന്റെ ഗുണമാണ് കേട്ടോ അത്. കൂടുതലും വായിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സാഹചര്യങ്ങൾ, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, വീട്ടിൽ നമ്മൾ ചില ഭാഷകളൊക്കെ ഉപയോഗിക്കില്ല. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഴക്കിടാനോ അല്ലെങ്കിൽ തല്ലു പിടിക്കാനോ മോശം വാക്കുകൾ ഉപയോഗിക്കാനൊന്നും പാടില്ല. കാരണം കുഞ്ഞുങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് ഫാമിലിയിലെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഫാമിലി സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പൊ ഒരു വീടാവുമ്പോൾ അതിന്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, അവർ ഉപയോഗിക്കുന്ന ഭാഷ എങ്ങനെയാണ്, ഇതൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഫാമിലിയും എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. അപ്പൊ മാം, ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് ബുക്സ് ഒന്ന് കാണിച്ചോട്ടെ? ഓക്കെ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് വാങ്ങിക്കുന്ന. ഫ്രണ്ട് ക്യാം ഇവിടെ. ഇത് എൻ്റെ ഒരു കുഞ്ഞു ലൈബ്രറിയാണ്. ഞാൻ വീട്ടിൽ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് ഞാൻ ബുക്സ് വാങ്ങിക്കുന്നതാ. അപ്പൊ ഞാനത് വായിച്ച് ഒരു ബുക്ക് ലാസ്റ്റ് വാങ്ങിയ ബുക്ക് ഇതാ. അപ്പൊ ഇത് വാങ്ങിയിട്ട് ഞാൻ ഇത് തീർത്തില്ല. അപ്പൊ തീർത്ത് കഴിഞ്ഞ് ഞാൻ അടുത്തത് വാങ്ങിക്കും. അങ്ങനെ അല്ലാതെ വാങ്ങി നിറയ്ക്കാറില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ബുക്സ് ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കും. അങ്ങനെ. ഇത് മോന്റെ കുറച്ച് ബുക്സാ. അവന് വായിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറികളുള്ള കുറച്ച് ബുക്സ് ഉണ്ട്. കുറച്ച് കുക്കിംഗ് ബുക്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട്. ഇത് കുക്കിംഗ് ബുക്സാ. നല്ലതാണ് കേട്ടോ, സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു മാം. നല്ല നീറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ? അതെ, അത് എടുത്തൊന്ന് വായിക്കാൻ തോന്നണമെങ്കിൽ അതൊരു നീറ്റായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു സ്പേസിൽ വെക്കണല്ലോ. അപ്പൊ ആരെങ്കിലും വരുമ്പോ അവരും ചിലപ്പോ ഒന്ന് മറിച്ച് നോക്കും. അപ്പൊ അതിനു വേണ്ടിട്ട് അവിടെ തന്നെ വെച്ചത്. ഓക്കെ. കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് അതായത് ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ബുക്കുകളായിട്ട് കൊടുക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമുക്കിപ്പോ സാലറി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കയ്യിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് പണം വന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ടോയ് ആയിരിക്കും മേടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആയിരിക്കാം, ഡ്രസ്സ് ആയിരിക്കാം, ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോവാം അല്ലെ? അപ്പൊ അതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുക്സുകൾ എന്ത് ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോ അവർക്ക് ചെറുപ്പത്തിൽ, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യണം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടുതൽ വലുതായി കഴിഞ്ഞാല് കുട്ടികളുടെ ചിന്താഗതി എന്ന് പറയുന്ന പലതരത്തിലായിരിക്കുള്ളൂ. അവർ ചെറുപ്പത്തിലെ എന്താണോ കൂടുതൽ കണ്ട് വളർന്നിട്ടുള്ളത് അത് തന്നെയായിരിക്കും വലുതാവുമ്പോൾ അവർ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതായത് കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് കൊടുത്ത് ആദ്യം ശീലിപ്പിക്കണം. ചെറിയ ഇപ്പൊ അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ മാം, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ബുക്സ് വാങ്ങി തുടങ്ങിയിട്ട് അവനിങ്ങനെ വിചാരിക്കും, അമ്മ എന്തിനാ ബുക്സ് വാങ്ങിക്കുന്നത്, അമ്മ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഞങ്ങളും വായിച്ചു തുടങ്ങി. ഹസ്ബൻഡിനും കുറച്ചിങ്ങനെ വായിക്കുന്നത് നല്ലതാ. രണ്ടാമൂഴൊക്കെ ഞാൻ വായിച്ചപ്പോ ഞാനിങ്ങനെ പറയും, നല്ലതാ, വായിച്ചു നോക്ക്, സമയമുള്ളടുത്ത് കുറച്ചായിട്ട് വായിക്കുന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പൊ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ വായിക്കും. പിന്നെ അവനും കൂടെ ആ ഒരു താല്പര്യം വന്നു. അപ്പൊ ഇപ്പൊ ഉറങ്ങുന്ന സമയത്ത് അവനൊരു കഥ കേൾക്കണം എന്ന് നിർബന്ധം ആണല്ലേ? ഓക്കെ, കണ്ടോ, കുട്ടിയിൽ മാറ്റം വന്നു. അതാണ് അതായത് വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മളിത് ശീലിപ്പിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വലുതാവുമ്പോഴും കുട്ടി ആ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. മാം, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു റിപ്പോർട്ടറാണ്, ഒരു ഇംഗ്ലീഷ് പത്രത്തിലെ റിപ്പോർട്ടറാ. അപ്പൊ ചേച്ചിക്ക് മക്കളെ ട്വിൻസാ, ഒരു മോനും ഒരു മോളുമാ. അപ്പൊ അവർക്കിപ്പോ 5 വയസ്സായേ. പക്ഷെ അവരെ ചേച്ചി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കൊതി തോന്നുവേ. രണ്ടാമത്തെ വീടിന്റെ രണ്ടാമത്തെ നിലയില് ഒരു റൂം എന്ന് പറയുമ്പോൾ വലിയൊരു റൂമാ. അതിനകത്ത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ്, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കളിക്കാനുള്ള ടോയ്സ് അല്ല, എന്താ മെന്റൽ എബിലിറ്റി വർക്ക് ചെയ്യാനുള്ള, അങ്ങനെ ഗെയിം മാതിരിയിട്ടുള്ള
ടോയ്സ്, പിന്നെ ഒരു ലൈബ്രറി പോലെ തന്നെ മക്കൾക്ക് വായിക്കാനുള്ള അല്ലെങ്കിൽ മക്കൾ സ്വയം എടുത്തു നോക്കാൻ കണക്കിനുള്ള ബുക്സ്. അതായത് ചേച്ചി എല്ലാം നമ്മൾ കാർട്ടൂണിൽ കാണുന്ന പോലെ കളിയിലൂടെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. മക്കൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോഴേ അവര് ട്രിവാൻഡ്രത്ത് പോയി ലൈബ്രറിയിലൊക്കെ സ്വന്തമായിട്ട് പോയിട്ട് ലൈബ്രറിയിൽ ചെന്ന് അവർക്ക് വേണ്ട ബുക്സ് ഒക്കെ എടുക്കും. ചേച്ചി ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കൾ ചെന്ന് ഇങ്ങനെ റീഡ് ചെയ്യുന്ന ഇങ്ങനെ അവരെപ്പോഴും അവരുടെ കയ്യിൽ എപ്പോഴും ഒരു പേനയും ഒരു ബുക്കും എപ്പോഴും കാണും. അവർ ട്രാവലൊക്കെ ചെയ്യുന്നതാ. പക്ഷെ നമ്മളെ മക്കൾ ചുമ്മാ പോകുമ്പോൾ അവരെ കയ്യിൽ എപ്പോഴും ഒരു ബാഗും കാണും, ഒരു പേനയും അല്ലെങ്കിൽ കളർ ചെയ്യാനുള്ള എന്തെങ്കിലും. അവരാദ്യമേ ചേച്ചി ഒരു വയസ്സായപ്പോഴേ മാം പറഞ്ഞ പോലെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ്. ഓരോ ആക്ടിവിറ്റിയിലൂടെയും കളിയിലൂടെയും. അവരെപ്പോഴും TV ഒന്നും കാണില്ല, കാർട്ടൂൺ ഒന്നും കാണില്ല. എപ്പോഴും അവരുടെ സ്പേസ് അതാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോ ക്രാഫ്റ്റ് വല്ലതും ആയിരിക്കും. മാപ്പൊക്കെ നന്നായിട്ട് അവർ നോക്കി ഓരോ കൺട്രീസും ഓരോ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പറയും. പക്ഷെ ചേച്ചി ഇതൊന്നും ഇന്നതാണ്, ഇന്ന കൺട്രിയാണ് അങ്ങനെയല്ല ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത്. ഗെയിമിലൂടെയാണ്. അവര് ചിലപ്പോ കാർട്ടൂൺ മാതിരി ഒളിച്ചു കളിയിലൂടെ അത് കണ്ടാലേ എനിക്കത് അത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ അറിയില്ലേ. ആ ചേച്ചി വേറൊരു ഇതാ. ആ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ 5 വയസ്സേ ഉള്ളൂ. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എപ്പോഴാ. പക്ഷെ സ്കൂൾ ആക്ടിവിറ്റീസ് എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എപ്പോ സമയം കിട്ടുമെന്ന് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചേച്ചി ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിലേ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് മക്കളിപ്പോ അങ്ങനെയാണ് യഥാർത്ഥത്തില്. അവര് പേഴ്സണലായിട്ട് ഡയറി ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ. നമ്മളെ മക്കളെ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്കറിയില്ല. അവര് പേഴ്സണലായിട്ട് ഡയറി എഴുതുന്നുണ്ട്. ഇപ്പോ ആള് പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്തെ ഒരു ബുക്ക് 2 പേർക്ക് റീഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പൊ ബുക്ക് ഇവർക്ക് വേണ്ടി റെഫർ ചെയ്ത് ബുക്ക് എടുക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും അയ്യോ മക്കള് വായിക്കുന്നു. പക്ഷെ മക്കള് വായിക്കുകയല്ല, ആ ബുക്ക് മക്കൾക്ക് വേണ്ടി ചേച്ചി വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുരാണമായാലും ഇംഗ്ലീഷ് ബുക്സ് ആയാലും സ്റ്റോറി ആയാലും എല്ലാം ചേച്ചി ഉറങ്ങുന്നതിന് മുമ്പ് 1 or 2 സ്റ്റോറിയോ അല്ലെങ്കിൽ റൈമോ ഒക്കെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മക്കൾക്ക് അത് മനസ്സിലാവും. പിന്നെ ആവുമ്പോ ചേച്ചി പറയും അത് കേൾക്കാതെ അവർ ഉറങ്ങില്ല, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ചോദിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന. അവര് പറയുന്ന ആ സ്പേസിന് അവർ പറയുന്നത് മിക്കി സ്കൂൾ എന്നാണ്. ആ സ്പേസിന് അവർ പറയുന്നത് നല്ല രസമാണ്. താങ്ക് യു ഷെയർ ചെയ്തേനെ കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇതുമായി ബന്ധപ്പെട്ട്? എന്റെ മോൻ ഇപ്പൊ 7 years ആണ്. അപ്പോ സ്കൂൾ വെക്കേഷൻ ആയപ്പോ കുറച്ച് സ്ക്രീൻ ടൈം കുറച്ച് കൂടുതലായിരുന്നു ആൾക്ക്. കുറച്ച് TV കുറച്ചധികം കാണുമായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഇപ്പൊ ഇതിന്ന് എങ്ങനെ മാറ്റം, നമ്മൾ പെട്ടെന്ന് അവരോട് TV കാണരുത്, TV ഓഫ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് കേട്ടൊന്നും വരില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മോനോട് ചോദിച്ചു, നമുക്കൊരു ജസ്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ആൾ പറഞ്ഞു എന്ത് ടൈം ടേബിൾ? അപ്പൊ നമുക്ക് വെക്കേഷന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ആൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അപ്പൊ എത്ര എണീക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ രാവിലെ ഞാനൊരു 7 o'clock വേക്കപ്പ് ഇട്ടത്. അത് കഴിഞ്ഞൊരു ഫ്രഷ് ആയിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് എക്സസൈസ് ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒരു എക്സസൈസ് ചെയ്ത് അപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ടൈം ഒരു 1/2 hour റീഡിങ്ങിനായിട്ട് വെച്ചു. അപ്പൊ അവന് ഇഷ്ടമുള്ളത് വായിക്കും. ആദ്യമൊക്കെ നമ്മൾ വായിച്ചു കൊടുക്കണമായിരുന്നു. ഇപ്പൊ ആള് തന്നെ വായിക്കും. ആൾക്ക് കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചു നേരം ഇരുന്ന് വായിക്കും. പിന്നെ ഒരു 8 മണിയോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം സ്കൂളിൽ നിന്ന് വെക്കേഷൻ ആക്ടിവിറ്റീസ് വരാറുണ്ട്. കുറച്ച് ഇവര് ഇങ്ങനെ അക്ഷരമാലയും ആൽഫബറ്റ്സ് ഹിന്ദി അക്ഷരമാലയൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കുറേശ്ശെ ഇങ്ങനെ എഴുതിക്കും സ്കൂളിൽ നിന്ന്. അപ്പൊ അതിനു വേണ്ടി കുറച്ച് ടൈം വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ക്ലാസ് ടൈമിൽ പിന്നെ അവൻ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അവന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈമാണ്. അവന് ഇഷ്ടമുള്ളത് ചെയ്യാം. പടം വരയ്ക്കാം, അല്ലെങ്കിൽ അവൻ ക്ലേ മോഡലിംഗ് ചെയ്യും, പിന്നെ കളർ ചെയ്യും, അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞ് എന്റെ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ച് പിന്നെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റിംഗ് ടൈമാണ്, ക്വൈറ്റ് ടൈമാണ്. അത് കഴിഞ്ഞ് ഒരു കുറച്ചു നേരം ഇൻഡോർ പ്ലേ ആണ്. വീടിനകത്ത് കുറച്ചു നേരം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വെയിലൊക്കെ ആറി കഴിയുമ്പോൾ ഔട്ട്ഡോർ പ്ലേ. പിന്നെ വൈകിട്ട് 1 hour 5 to 6 ഞാൻ അവന് TV കൊടുത്തിട്ടുണ്ട്. TV ടൈം അത് അവന് ഇഷ്ടമുള്ളത് കാണാം, കാർട്ടൂൺസ്. അവന് ഈ ടെക്കി വീഡിയോസ് ആണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം.
കാർട്ടൂൺ അങ്ങനെ അധികം കാണാറില്ല, കുറച്ച് ടെക്കിയാണ് ആള്. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് കാണും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫാമിലി പ്രയർ ടൈം ഉണ്ട് 7 o'clock. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അവൻ ഡിന്നർ കഴിക്കും. പിന്നെ കുറച്ചു നേരം വീണ്ടും രാത്രി കുറച്ചു നേരം കൂടി റീഡിങ് ടൈം ഉണ്ട്. അപ്പോഴും ആൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി കുഞ്ഞ് ബെഡ് ടൈം റുട്ടീൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ റീഡിങ് ടൈം. അത് കഴിഞ്ഞ ആൾ അങ്ങനെ കിടന്നു ഉറങ്ങും. അതാണ് ഇപ്പൊ ഈ ഒരു വെക്കേഷന് ഞങ്ങളുടെ ടൈം ടേബിൾ. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? എന്തെങ്കിലും ഇവിടുന്നാണ് സൗണ്ട് വരുന്നത്? അജിത ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? മാം, എന്റെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്കൂളിന് ടീച്ചർ ഇങ്ങനെ ലൈബ്രറി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ 1 വീക്ക് കൊണ്ട് തന്നെ ഓരോ ബുക്സും വായിച്ചു തീർക്കും. അങ്ങനെ വെക്കേഷൻ ആയപ്പോ ഞാൻ എന്ത് സ്കൂളിൽ നിന്ന് തന്നെ ഓരോ ആഴ്ച പോയിട്ട് ഓരോ ബുക്ക് എടുത്തിട്ട് വരും. അപ്പൊ വെക്കേഷൻ ആയിട്ടപ്പോ അവള് 8 ബുക്ക് അങ്ങനെ അവള് വായിച്ചു തീർത്തു. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ലൈബ്രറി വായിക്കാൻ വേണ്ടിയിട്ട്. അവള് വായിക്കുകയും ചെയ്യും, എന്നിട്ട് അതിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതുകയും ചെയ്യും. അവളുടേതായ രീതിയിൽ ചെറിയൊരു കുറിപ്പ് എഴുതും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇനി അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം. നമ്മൾ ടേബിളിൽ ഡിസ്കസ് ചെയ്യുന്ന ഏകദേശം ഓൾമോസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും വരുന്നത് കേട്ടോ. അതിനാണ് നിങ്ങളെ ആദ്യം ഞാൻ ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോക്കിയാൽ നിങ്ങള് sequence of language development. There may be individual differences so far as the language development is connected, but the order remains the same for all. അപ്പോ എന്താ പറയാ, ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ചില സീക്വൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അറ്റ് ബർത്ത് ലാംഗ്വേജ് ഈസ് പ്രാക്ടിക്കലി ആബ്സെന്റ്. അതായത് കുട്ടി ജനിച്ച് അപ്പൊ തന്നെ എന്ത് ചെയ്യില്ല, ഭാഷ ഉപയോഗിക്കാനായിട്ട് തുടങ്ങില്ല. അപ്പൊ ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്, ഇല്ല അവിടെ. കുട്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. Then at about 4 weeks, small throat sounds are noticed. പിന്നെ 4 ആഴ്ച പ്രായമാകുമ്പോൾ ചെറിയ സൗണ്ടുകൾ തൊണ്ടയിൽ നിന്ന് വരാനായിട്ട് തുടങ്ങുന്നു. കുട്ടികൾ ചില സൗണ്ടുകൾ എടുക്കുന്നു. Then the starting point in language development is the child smile and cooing at the age of 16 weeks. അതുപോലെ തന്നെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുട്ടി ചിരിക്കാനും അതുപോലെ തന്നെ കൂയിങ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നത് 16 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. ഓക്കെ. Then around 28 weeks the babbling stage begins. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബാബ്ലിംഗ്, ബാ ബാ ബാ, മാ മാ മാ, അങ്ങനെയുള്ള സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അത് around 28 weeksലാണ്, 28 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. Then around 40 weeks the baby imitates sounds made by adults and takes this sound into the sound system. Now the baby says one word. അതുപോലെ തന്നെ 40 ആഴ്ച പ്രായമുള്ളപ്പോൾ മറ്റുള്ളവരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് തുടങ്ങുന്നു. പിന്നെ ഒരു വാക്കൊക്കെ കുട്ടി പറയാനായിട്ട് കൂടി തുടങ്ങുന്നുണ്ട്. Then around 52 weeks the baby says 2 or more words. പിന്നെ 52 ആഴ്ച പ്രായമുള്ളപ്പോൾ കുട്ടി 2 അതിലധികമോ കൂടുതൽ വേർഡുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. Then around 18 months the baby combines words to form basic sentence pattern. അതുപോലെ 18 മാസം പ്രായമാകുമ്പോൾ കുട്ടി കമ്പൈൻ വേർഡുകൾ, 2 വേർഡുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. Then around 24 months the baby uses simple phrases and understands simple direction. അതുപോലെ തന്നെ 24 months, അതായത് 2 വയസ്സാകുമ്പോൾ സിമ്പിൾ ഫ്രേസസും അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. Then around 36 months the child vocabulary enormously increase. How he talks in sentences and answers simple questions. 36 മാസം പ്രായമുള്ളപ്പോൾ ചൈൽഡിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടും. 36 മാസം എന്ന് പറയുന്നത് 3 വയസ്സല്ലേ? 3 വയസ്സല്ലേ 36 മാസം? ആണോ?
അപ്പൊ 3 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിന്റെ വൊക്കാബുലറിയിൽ കുറച്ച് മാറ്റങ്ങൾ, അതിൽ എന്താ പറയാ, വേർഡ്സ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങും. Then around 4 years the child uses conjunction and understands preposition. അതായത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത്. അതായത് ചില പ്രിപ്പോസിഷൻസ്, നമ്മൾ ചില പ്രിപ്പോസിഷൻസ് ഒക്കെ ചേർക്കാറില്ല, ഇൻ, വിത്ത്, ഓൺ, അങ്ങനെയുള്ള പ്രിപ്പോസിഷൻ, പിന്നെ കൺജങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി സെന്റൻസ് പറയുമ്പോൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കും. Then around 5 years the child speaks without infantile articulation. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ കുട്ടി പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണത്. അതായത് നല്ലൊരു ആക്യുറേറ്റ് ആയിട്ട് പറയാൻ തുടങ്ങുന്ന ഒരു സമയമാണ് 5 years എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഇത് കൊടുത്തിട്ടുണ്ട്, സ്പീച്ച് ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒമിഷൻ, സ്റ്റട്ടറിങ്, സ്റ്റാമറിങ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി, അത് മനസ്സിലാക്കണമെന്നില്ല. അതിനടുത്തത് ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഷോനിമ ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഷോനിമ. Okay. The child's maturity patterns. Child maturity level, or more particularly his physical and motor development, influencing his grammatical behavior at different age. Around 6 months, her parents heard her producing sound like ba, ba, ma, ma, pa, pa. The development of such letters sounds is called blubbing. Bubbling. Okay. Anu's, the name is right now. Anu's mother is very happy when Anu articulate her first meaningful word ma. Around the age of 9 months, she had articulated this word on seeing her mother. When a child utters the word milk, it carries a whole sentence in it. Depending on the context, it may mean that the child wants milk or that she is full and does not want any more. Also, one word may be used to name several objects. For example, all four-legged animal may be called by the one word dog. It is gradually she learns the difference and learns to use specific names like cow, goat, and horse. At about 18 months, Anu had a vocabulary of about 50 words. As per second year birthday solicited, Anu could link two words and make sentence like my doll, Papa pen, Mama office, Papa office, etc. By second birthday, a child can create about 100 words. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ മെച്ചുവർ ആവുന്നതിന് കണക്കായി അവരുടെ വൊക്കാബുലറീസ് ഇൻക്രീസ് ആവും. അവർ 6 months അവരുടെ പാരൻസിനെ വിളിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള സൗണ്ട്സ് ബ, മാ, പ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ പറയുന്ന വേർഡ്സിനെയാണ് ബബ്ലിംഗ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു അനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരിതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്. അനു ഇവിടെ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത വേർഡ് പറയുന്നത് മാ ആണ്. അപ്പോ അവരുടെ അമ്മ ഹാപ്പി ആയി, അത് കേൾക്കുമ്പോൾ അവർക്ക് അമ്മേനെയാണ് വിളിക്കുന്നത് എന്നുള്ളൊരു ഇത് കിട്ടും. മാ വിളിക്കുമ്പം അമ്മ എന്നുള്ളൊരു ഇത്. ആൻഡ് when a child understands the
അങ്ങനെ പാലിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ അവരെ നീഡ്സ് അവർ പറയുന്നത് ആ സമയത്ത് സൗണ്ട്സ് വെച്ചിട്ടായിരിക്കും. ഓൾസോ അവരൊരു കാലുള്ള ഒരു ആനിമൽ അങ്ങനെ തന്നെയല്ലേ മാം ഇതിൽ പറയുന്നത്? കാലുള്ള ആനിമൽ അവര് എന്ത് കാണുമ്പോഴും അങ്ങനെയുള്ള ഒരു ആനിമൽസിന് അതിപ്പോ ഗോട്ട് ആയിക്കോട്ടെ, കൗ ആയിക്കോട്ടെ, ഹോസ് ആയിക്കോട്ടെ, അവരെന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഡോഗ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാറ്റ് എന്ന് പറയാം. അങ്ങനെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതാണോ ആനിമൽ അത് വെച്ചിട്ടായിരിക്കും അവരെല്ലാത്തിനെയും ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ആഫ്റ്റർ 18 months അവരെ വൊക്കാബുലറീസ് കൂടും, അവരെ ലിസ്റ്റിൽ കുറെ വേർഡ്സ് ആഡ് ആവും. പറയുന്ന ലിസ്റ്റിൽ കറക്റ്റ് പറയുന്ന 50 വേർഡ്സ് ഒക്കെ 18 months ഒരു കുട്ടി പഠിക്കുന്നതാണ്. അവരെ ആസ് എ സെക്കൻഡ് ബർത്ത്ഡേ മൈ ഡോൾ, അവരൊരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും അവരെന്താ ഉദ്ദേശിക്കുന്നത്. അത് എൻ്റെ പാവയാണ്, മൈ ഡോൾ. പപ്പ പെൻ, അച്ഛൻ്റെ പെന്ന്, അല്ലെങ്കിൽ അമ്മ ഓഫീസിലാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പോവാണ്, അങ്ങനെ മമ ഓഫീസ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ലെങ്കിൽ പോലും അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പറയാനും ഉള്ള ആ ഒരു ഏജിലേക്ക് അവരാവും. പിന്നെ അവർ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് അവരൊരു 100 വേർഡ്സ് ഒക്കെ അവര് പഠിക്കും. ഓക്കെ, താങ്ക് യു ഷോണിമ. അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 6 months ആവുമ്പോൾ എന്താണ്, ചില സൗണ്ട്സ് അവരുടെ ത്രോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ബാബ, മാമ, പാപ്പ, അങ്ങനെയുള്ള ബാബ്ലിംഗ് സൗണ്ട് ആണ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ അനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. കുട്ടി ആദ്യത്തെ, അതായത് അനു എന്ന് പറയുന്ന ആ ഒരു കുട്ടി ആ കുട്ടിയുടെ ആദ്യത്തെ വേർഡായിട്ടുള്ള മീനിങ് വേർഡായിട്ടുള്ള മാ എന്ന് വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ കുട്ടി എന്താ പറയാ, മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോ മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുട്ടിക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഫുഡ് വേണം. ആ ഒരു രീതിയിലാണ് അമ്മ അതിനെ കാണുക. ഓക്കെ, അതായത് കുട്ടിക്ക് ദാഹിക്കുന്നു അല്ലെങ്കിൽ വിശക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്, മിൽക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില എന്താ പറയാ, ഇപ്പോ 4 കാലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അത് പട്ടിയാകാം, അല്ലെങ്കിൽ എന്താ പറയാ ഗോട്ടാകാം, ഹോഴ്സ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ അവര് ഡിഫറൻഷിയേറ്റ് ചെയ്ത്, അതായത് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തി പറയാനായിട്ട് തുടങ്ങുന്നു. 4 കാലുള്ള മൃഗങ്ങളുണ്ട്, അവയൊക്കെ ചിലപ്പോൾ അത് കൗ ആവാം, അല്ലെങ്കിൽ ഡോഗ് ആകാം, ഗോട്ട് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കി പറയാനായിട്ട് തുടങ്ങുന്നു. അനു എന്ന് പറയുന്ന ആ കുട്ടി അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 18 months ആവുമ്പോൾ അനുവിന്റെ വൊക്കാബുലറി എന്ന് പറയുന്നത് 50 വേർഡ്സ് ആകും. പിന്നെ അതുപോലെ തന്നെ അനുവിന്റെ സെക്കൻഡ് ബർത്ത്ഡേ, അതായത് കുട്ടിക്ക് 2 വയസ്സാകുമ്പോൾ കുട്ടി എന്താ പറയാ 2 വേർഡ്സ് വെച്ചിട്ട്, അതായത് 2 വേർഡ്സിനെ കമ്പൈൻ ചെയ്ത് പറയുന്നു. മൈ ഡോൾ, എന്റെ പാവയാണ് എന്ന് കുട്ടി പറയുന്നുണ്ട്. പിന്നെ പാപ്പ പെൻ, അതായത് ഇത് അച്ഛന്റെ പേനയാണ്. മാമ ഓഫീസ്, അമ്മയുടെ ഓഫീസാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ ലാസ്റ്റ് 100 വേർഡ്സിലുള്ള കാര്യങ്ങളും കൂടി കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കുട്ടിയുടെ എക്സാമ്പിളുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് അനു എന്ന് പറയുന്ന കുട്ടിയുടെ എക്സാമ്പിളുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ കുട്ടികൾക്കും ഉണ്ടാവുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റിനെയാണ് ഈ ഒരു പാരാഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഈസി ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ചാപ്റ്റർ? എളുപ്പമായിരുന്നോ? അതെ മാം, ഇത് നമ്മളെ ലൈഫുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു തോന്നുന്നു. കുറച്ചുകൂടി ഈസി ആയിരുന്നു അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. എടുത്തിട്ടില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫൻസ് മെക്കാനിസം എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹെൽത്ത് കെയറിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ തന്നായിരുന്നോ? തന്നിട്ടുണ്ട്, തന്നിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ തന്നാ മതി അല്ലേ? ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആക്ഷൻ സോങ് കേൾക്കാം. ആരാണോ ഒരു ആക്ഷൻ സോങ് ചെയ്യാം? ഒരു ആക്ഷൻ സോങ് ചെയ്യാവോ? ആരെങ്കിലും ഒരാൾ ഒരു ആക്ഷൻ സോങ് ചെയ്യാവോ? നവമി ഒരു ആക്ഷൻ സോങ് ചെയ്യാവോ? കുഞ്ഞിന് പാടിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും? ഹലോ മാം. ആ ആക്ഷൻ സോങ് പാട്ട് മതിയോ? ആ പാട്ട് മതി. കുഞ്ഞിന് പാടിക്കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ഇല്ല, മോനും ഉണ്ട്, അവനും പാടും. ആ അവൻ സ്കൂളില് ഒരു ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് പാടിയ പാട്ടാ. അതൊരു പഴയ, ഞാൻ പോലും ജനിച്ചിട്ടില്ല, പഴയ ഒരു സിനിമയിലത്തെ ഒരു പാട്ടാ. പക്ഷെ അത് കുട്ടികളുടെ ഒരു സോങ് ആണ്. അതെ, ജസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്യാം. ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ഒന്നാന്തരം വെറും തരാം, ഒരു നല്ല കിറ്റി തരാം. ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. പാട്ടുപാടും പെട്ടി തരാം, താളം കൊട്ടാൻ ചെണ്ട തരാം. ചോടു വെച്ചു ചോടു വെച്ചു ചോടു വെച്ചു, കളി നടക്കട്ടെ, നിന്റെ കളി നടക്കട്ടെ. ഒന്നാന്തരം ബലൂൺ തരാം, ഒരു നല്ല കിറ്റി തരാം. ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. നന്നായിട്ട് പാടിയിട്ട് മോന്റെ പേരെന്താ? പേരെന്താ വേണ്ടേ? ഡോൺ സാവിയോ. ജോൺ സാമുവൽ എന്നാണോ? ഡോൺ സാവിയോ. ഡോൺ സാവിയോ. ഓക്കെ ഓക്കെ, നല്ല പേരാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. നമുക്ക് ഇനി പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നേ? ഷഫീന. ഓക്കെ. Good afternoon. Thank you all for active participation. Today we discussed about the different aspects of language development. The vocabulary during childhood is too limited. As a result of pressure, vocabulary goes on developing. Even in the period of old age, the new words and vocabulary may continue because of their need and interest. We discussed about the sequence of language development and factors including language development. The main factors are child maturity level, his physical and motor development. And we shared various experiences based on the class. Thank you, ma'am, for your hard work and dedication. I look forward to seeing you all at our next class. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് കാണാം, ഡിഫൻസ് മെക്കാനിക്സ് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you. താങ്ക് യു.